Dear students, welcome back again to my class. In the last class, we learned about each substance is made of tiny particles which cannot be seen with naked eyes. These particles bear all the properties of the substance. നമ്മളെന്താ പഠിച്ചേ? ഇവിടെ കാണുന്ന എല്ലാ സബ്സ്റ്റൻസും ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചു. അതുപോലെ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഈ 3 സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും ഓരോ സബ്സ്റ്റൻസിലും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയേണ്ടത് എന്താ വെച്ചാൽ, പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് ഇപ്പോൾ ഏതൊരു മാറ്റർ എടുത്താലും അതിലുള്ള പാർട്ടിക്കിൾസ് അവർക്കൊരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അവർക്ക് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് പറയുന്നത് എന്താ, പാർട്ടിക്കിൾസ് മൂവ്സ് കണ്ടിന്യൂസ്ലി. ഈ പാർട്ടിക്കിൾസ് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, മോഷൻ ഉണ്ട് അവർക്ക്. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, പാർട്ടിക്കിൾസ് അട്രാക്ട് വൺ അനദർ. ഓരോ പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളിനായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ ഏതൊരു മാറ്റർ എടുത്താലും ഏതൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ആയാലും അതിൽ ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ അവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവർ വൺ അനദർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഈ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഡിഫർ ഇൻ വേരിയസ് സ്റ്റേറ്റ്സ്. ഇനി ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട്? ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ 3 സ്റ്റേറ്റിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ മോഷൻ ഉണ്ട്, അതുപോലെ അട്രാക്ഷൻ ഉണ്ട്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സും ഓരോ സ്റ്റേറ്റ്സും മാറും തോറും അവരുടെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ഇനി ലെറ്റ്സ് സീ ഹൗ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ബിലോ. നിങ്ങൾ ഫിഗർ ഒബ്സർവ് ചെയ്തില്ലേ? ഈ ഫിഗർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഇനി ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ദ സെയിം? ഇവരുടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് സെയിം ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഡു പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ? ഏതിലാണ് പാർട്ടിക്കിൾസ് നന്നായി ക്ലോസ് ആയിട്ടിരിക്കുന്നത്? വൺ അനദർ നന്നായി ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ് ആർ ദ പാർട്ടിക്കിൾസ് മോസ്റ്റ് ഡിസ്റ്റൻറ്റ് അപ്പാർട്ട്? ഇനി ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് ഈ പാർട്ടിക്കിൾസ് തമ്മിൽ മോസ്റ്റ് ഡിസ്റ്റൻറ്റ്, നല്ല ഡിസ്റ്റൻറ്റ് അകൽച്ചയിൽ നിൽക്കുന്നത് ഏതാ? നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ ഏതൊക്കെയാണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇവിടെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കാണുന്നത്? അത് സോളിഡ് കാണുന്നുണ്ട്, നിങ്ങൾ ലിക്വിഡ് കാണുന്നുണ്ട്, അതേപോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റും കാണുന്നുണ്ട്. 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഇനി സോളിഡ്സിൻ്റെ കേസ് നോക്കിയാൽ, സോളിഡ്സിൻ്റെ കേസിൽ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആണ് ഇട്ടത്. ഒരു സിലിണ്ടറിൽ കുറച്ച് പാർട്ടിക്കിൾസ് എടുക്കുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് നോക്കൂ, പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണിത്? ഭയങ്കര ടൈറ്റ്ലി ക്ലോസ്ഡ് പാക്ഡ് ആണ് അല്ലേ? നന്നായി ടൈറ്റായിട്ട് നല്ല ക്ലോസ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റായിട്ട്. ദെൻ നെക്സ്റ്റ് ലിക്വിഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസ് നോക്കൂ. സോളിനേക്കാളും ഒന്നുകൂടി ഫ്രീ ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കിൾസ് അവരുടെ മൂവ്മെൻറ്റ്സും അതൊക്കെ നോക്കി മാറി ഒന്നുകൂടി ഫ്രീ ആയിട്ടാണ് അവിടുത്തെ പാർട്ടിക്കിൾസ് പോകുന്നത്. ദെൻ ഇൻ നെക്സ്റ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ്? ഭയങ്കര ഫ്രീ ആണല്ലേ? നോക്കൂ, എവിടെ ഫുൾ ഫ്രീ ആയിട്ട് അവർ തമ്മിൽ ഭയങ്കര ടൈറ്റായി ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു. ഇതാണ് ഇവരെ 3
ഫിസിക്കൽ സ്റ്റേറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് അത് ഡിഫറെൻ്റ് അല്ലേ സോളിഡിൽ എങ്ങനെയാണ് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും പാർട്ടിക്കിൾസ്. ലിക്വിഡിൽ ഒന്നും കൂടി ഫ്രീ ആവും. ദെൻ ഗ്യാസസിലോ അവർ എക്സ്ട്രീംലി ഫ്രീ ആണത്. പാർട്ടിക്കിൾസ് കണ്ട എവിടെ ഫുൾ സ്പ്രെഡായിട്ടാണ് കാണുന്നത് നമുക്ക്. നമ്മൾ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് പഠിച്ചത്? യെസ്, പാർട്ടിക്കിൾസ് അതിൻ്റെ അവർക്ക് തമ്മിൽ ഫസ്റ്റ് പഠിച്ചത് എന്താ? അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ നെക്സ്റ്റ് പഠിച്ചത് എന്താ? പാർട്ടിക്കിൾസ് മൂവ്സ് കണ്ടിന്യൂസ്ലി, അവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പഠിച്ചു. ദെൻ നെക്സ്റ്റ് പഠിച്ചത് എന്താ? യെസ്, പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇത് 3 സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഈ സോളിഡ് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ നോക്കൂ? യെസ്, വളരെ കുറച്ചാണ് അല്ലേ ഇവിടെ ഓരോ പാർട്ടിക്കിൾസും തമ്മിൽ ഡിഫറൻസ് ഉള്ളത്. യെസ്, പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് തമ്മിൽ ഡിഫറൻസ് ഉള്ളത് വളരെ കുറച്ചാണ്. ദെൻ അത് ലിക്വിഡിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലോ ഇവർ തമ്മിൽ പാർട്ടിക്കിൾസ് തമ്മിൽ നന്നായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് അകലുണ്ട്. ദെൻ ഗ്യാസ് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിലോ അത് ഒരുപാട് അകലുണ്ട്, കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സോളിഡിൻ്റെ കേസിൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? മൂവ്മെൻറ്റ് ഇല്ല, അത് സ്റ്റില്ലായി നിൽക്കുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ. അത് ലിക്വിഡിൻ്റെ കേസ് ആകുമ്പോഴോ യെസ് അവർ കുറച്ചൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അവർക്ക് നന്നായിട്ടുണ്ട്. ഒരു സോളിഡ് മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോളിഡ് മെറ്റീരിയൽസ് അതങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് സോളിഡ്. അതുപോലെയാണെങ്കിൽ ലിക്വിഡിനെ എങ്ങനെയാണ്? യെസ്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലോ ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ്. ദെൻ ഗ്യാസ് സ്റ്റേറ്റ് ആണെങ്കിലോ അത് നമ്മൾ ഒരു ഗ്യാസ് എവിടെയാണെങ്കിലും അത് സ്പ്രെഡായി പോകും. അതുപോലെ തന്നെയാണ് അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ കേസും. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്താ പഠിച്ചത്? ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന്. ഇവർ സോളിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ആർക്കായിരിക്കും? സോളിഡ് എന്നാണ്, പാർട്ടിക്കിൾസ് തമ്മിൽ. കാരണം അവരവിടെ ടൈറ്റായിട്ട് നിൽക്കണം, അപ്പോൾ അവർക്ക് തമ്മിൽ ഭയങ്കര അട്രാക്ഷനാണ്. ദെൻ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിലോ അവർക്ക് അട്രാക്ഷൻ കുറച്ച് കുറവാണ്, അവർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഗ്യാസ് സ്റ്റേറ്റ് ആണെങ്കിലോ അവർക്ക് ഭയങ്കര അട്രാക്ഷൻ തീരെ ഇല്ല എന്നല്ല, അവർക്ക് ഭയങ്കര കുറവാണ്, ലെസ്സാണ് അട്രാക്ഷൻ. ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ എങ്ങനെ ആയിരിക്കും? ഏതിനായിരിക്കും കൂടുതൽ അട്രാക്ഷൻ? സോളിഡിനാണ് കൂടുതൽ അട്രാക്ഷൻ വരിക. കാരണം എന്താ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ഏതിനാ? സോളിഡ്. ദെൻ അതിനേക്കാൾ കുറവായിരിക്കും ലിക്വിഡ്. ദെൻ ഗ്യാസിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ വളരെ കുറവായിരിക്കും ഗ്യാസിന് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഹൈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ദെൻ നമുക്കിനി ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഐസ് എന്ന് പറയുന്നത് സോളിഡാണ്. ഈ ഐസ് നമ്മൾ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്നിട്ട് മൂവ് ചെയ്യാനത് കാണാൻ കഴിയും, പക്ഷേ അതിൻ്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് അവിടെ എന്താ? സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, നോ മൂവ്മെൻറ്റ്. ദെൻ ഐസിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റ് ഏതാ? യെസ്, വാട്ടർ നമ്മൾ ഒരു ഭാഗത്ത് ഒഴിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം സ്റ്റിക്കായിട്ടിരിക്കുമോ? അവിടെ ഇങ്ങനെ ഒട്ടുപിടിച്ചിരിക്കുമോ വാട്ടർ? ഇല്ല, എന്ത് ചെയ്യും? അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. യെസ്, അതുപോലെ തന്നെയാണ് ലിക്വിഡ്. അതിൻ്റെ പാർട്ടിക്കിൾസ് മൂവ്മെൻ്റ് ഉണ്ട്, നന്നായി മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ ഗ്യാസ് സ്റ്റീം നോക്കുക. സ്റ്റീം ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെയാണോ നിൽക്കുക? അല്ല, അതിങ്ങനെ മൂവ് ചെയ്ത് പോകും, അതെങ്ങോട്ടോ പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല അല്ലേ? സോ ഇതാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇവരുടെ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ കാണുന്ന ഗ്ലാസ് ടംബ്ലറിൽ എന്താ ഉള്ളത്? യെസ്, കുറേ ഐസ് ക്യൂബ് ഉണ്ട്. ഇനി ഇതിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഞാൻ ഈ ഡിഷിലേക്ക് ഇടാൻ കേട്ടോ. ഇനി ഇതൊന്ന് ഒബ്സർവ് ചെയ്യൂ, എന്താ സംഭവിക്കണമെന്ന് നോക്കൂ. യെസ്,
എന്ത് സംഭവിക്കണേ? നിങ്ങൾക്ക് അവിടെ ഐസ് ക്യൂബ് മെൽറ്റ് ആവുന്നത് കണ്ടോ? അലിഞ്ഞ് പോകുന്നില്ലേ? ഓക്കെ, ഐസ് ക്യൂബ് മെൽറ്റായിട്ട് വാട്ടർ ആവുന്നുണ്ട് അല്ലേ? ഈ വീഡിയോയിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഐസ് ഒരു സോളിഡാണ്, അത് മെൽറ്റായിട്ട് വാട്ടർ ആവുന്നു. വാട്ടറോ അതൊരു ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നു അല്ലേ? സോളിഡായ ഐസ് വാട്ടർ ആവുന്നു, ലിക്വിഡ് ആവുന്നു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് വാട്ടർ ഒരു വെസലിനകത്ത് എടുത്തിട്ട് അത് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ. അത് ബോയിൽ ചെയ്യിപ്പിക്കാൻ പോവാണ്. നമുക്ക് ഈ വാട്ടറിൻ്റെ ഇത് ബോയിൽ ചെയ്ത വാട്ടർ, അതിൻ്റെ മുകളിൽ ഇവിടെ സ്റ്റീം പോകുന്നത് കാണുന്നുണ്ടോ? ആവി. ബോയിൽ ചെയ്ത വാട്ടറാണ് ഇത്, നല്ല തിളപ്പിച്ച വെള്ളമാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ആവി പോകുന്നത് കാണുന്നുണ്ടോ? യെസ്, വാട്ടർ വേപ്പേഴ്സാണത്. കണ്ടോ? വാട്ടർ വേപ്പേഴ്സ് പോകുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടത്? ലിക്വിഡ് ആയ വാട്ടർ ബോയിൽ ചെയ്തപ്പോൾ, തിളപ്പിച്ചപ്പോൾ അത് സ്റ്റീമായി മാറി. വാട്ടർ ഏതാ? ലിക്വിഡാന്ന് നമുക്കറിയാം. അതേപോലെ അത് സ്റ്റീമായി മാറി. സ്റ്റീം ഇൻ വിച്ച് സ്റ്റേറ്റ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇവിടെയും എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം അതിൻ്റെ. സിമിലർലി ഇതുപോലെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കേഴ്സ് ടു മാറ്റർ ഇൻ ഓൾ സ്റ്റേറ്റ്സ്. ഏതൊരു ഫിസിക്കൽ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിയാലും അതിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഓക്കെ, ഇനി താഴെ കാണുന്ന ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് അതിൽ ഫിൽ ചെയ്യിക്കാനുള്ളതൊക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കൂ കേട്ടോ. എന്താ നോക്കൂ ഈ ഫ്ലോ ചാർട്ട്. ഇവിടെ എന്താ കാണുന്നത്? ഒരു ബോക്സിനകത്ത് സോളിഡ്, ദെൻ നെക്സ്റ്റ് ഒരു ബ്ലാങ്ക് ബോക്സ് ആണുള്ളത്. ദെൻ നെക്സ്റ്റ് ഗ്യാസ്. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഈ സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, നമുക്കറിയാം. ലിക്വിഡ് ആവും അല്ലേ? ഒന്ന് എഴുതാം കേട്ടോ. ലിക്വിഡ് ആവും. ദെൻ നെക്സ്റ്റ് ഇവിടെ വീണ്ടും ഒരു ആരോ മാർക്ക്. ഗ്യാസ് ആവണം. ലിക്വിഡ് എന്ത് ചെയ്താലാണ് ഗ്യാസ് ആവാം? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. യെസ്, ഹീറ്റർ. ലിക്വിഡ് അഗെയിൻ ഹീറ്റർ. ഹീറ്റ് ചെയ്താൽ അതെന്താ സംഭവിക്കുക? ഗ്യാസായി മാറും. ദെൻ ഗ്യാസ് കൂൾ ചെയ്താൽ ലിക്വിഡ് ആവും. ദെൻ ലിക്വിഡ് അഗെയിൻ എന്ത് ചെയ്താലാണ് സോളിഡ് ആവാം? യെസ്, ലിക്വിഡ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐസിൻ്റെ കേസ് ഓർത്ത് നോക്കുക. ഐസ് എന്താ? സോളിഡ്. അത് ഹീറ്റ് ചെയ്താൽ വാട്ടർ ആവുന്നു. വാട്ടർ ലിക്വിഡാണ്. ദെൻ ഈ ലിക്വിഡായ വാട്ടർ വീണ്ടും ഹീറ്റ് ചെയ്താൽ എന്താവും? ഗ്യാസ് ആവും. ഇനി നമുക്കൊരു ഗ്യാസ്, വാട്ടർ വേപ്പർ നമ്മൾ അടച്ചു വയ്ക്കും. ഈ സ്റ്റീം ബോയിൽ ചെയ്ത വാട്ടർ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ബോയിൽ ചെയ്തത് കാണിച്ചു തന്നില്ലേ? ഈ ബോയിൽ ചെയ്ത ആ വെസൽ ഒരു മൂടി വെച്ചിട്ട്, ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ അടപ്പുമ്പോൾ കുറേ വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ എന്താ? യെസ്, ആവി. ഈ സ്റ്റീമായി പോയ വാട്ടർ വേപ്പേഴ്സൊക്കെ കൂളായിട്ട് അവിടെ ലിക്വിഡായി ചേഞ്ച് ചെയ്തതാണ്. അതിന് നമുക്ക് എന്താ മനസ്സിലാവുക? ഈ ഗ്യാസ്, സ്റ്റീം അത് വീണ്ടും കൂൾ ചെയ്താൽ, തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കുക? ലിക്വിഡായി മാറുന്നു. ദെൻ ലിക്വിഡ്, നമ്മുടെ വാട്ടർ അല്ലേ ലിക്വിഡ്. ഈ വാട്ടർ എങ്ങനെ ഐസാക്കുക? അത് വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കൂൾ ചെയ്യും. വീണ്ടും നല്ല കൂൾ ചെയ്യുമ്പോൾ 0 ഡിഗ്രി എത്തുമ്പോൾ എന്താവുക? അത് സോളിഡായി മാറും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം നമുക്കവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, കൂൾഡ്. ലിക്വിഡ് അഗെയിൻ കൂൾ ചെയ്താൽ നമുക്ക് സോളിഡ് കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നല്ല ക്ലിയർ ആയി മനസ്സിലായി അല്ലേ? ഇവിടെ ഏത് എനർജിയാണ് ഇവിടെ റെസ്പോൺസിബിൾ ചെയ്യുന്നത് നമ്മുടെ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്? ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കാൻ ഒരു എനർജിയാണ് ഇതിന് കാരണം. ഏത് എനർജിയാണെന്നറിയോ? യെസ്, ദാറ്റ് ഈസ്
ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എന്നുള്ള എനർജി ഉള്ളത് കൊണ്ടാണ് സോളിഡ് ലിക്വിഡ് ആവുന്നതും അതേപോലെ ലിക്വിഡ് ഗ്യാസ് ആവുന്നതും തിരിച്ചും ഗ്യാസ് ലിക്വിഡ് ആവുന്നതും ലിക്വിഡ് സോളിഡ് ആവുന്നതും. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇവിടെ ലിക്വിഡ് ആവുന്നത്. അതേപോലെ ലിക്വിഡും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഗ്യാസ് ആവുന്നത്. ഇനി ഇവിടെ ഗ്യാസ് കൂൾ ചെയ്യുക. അവിടെ എന്ത് സംഭവിക്കും? കൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റിനെ കളയുക. ഹീറ്റ് ചൂടില്ലാതാവുന്ന അവസ്ഥയല്ലേ തണവ് എന്ന് പറയുന്നത്. അതുപോലെ അതാണ് ഈ ഹീറ്റിനെ കൂൾ ചെയ്യിക്കുക, ഹീറ്റിനെ ഇല്ലാതാക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? ലിക്വിഡായി മാറുന്നു. അതേപോലെ ലിക്വിഡിനെ ഹീറ്റ് കളയുക എന്ന് വെച്ചാൽ കൂൾ ചെയ്യിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? സോളിഡ് ആവാം. അപ്പോൾ ഇവിടെ ഏത് എനർജിയാണ് ഇതിനൊക്കെ കാരണം? ഹീറ്റ് എന്നുള്ള ആ എനർജി കാരണമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കാം. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഈ 3 സ്റ്റേറ്റിലും മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ നോക്കാം. സോളിഡിൻ്റെ കേസ് ആവുമ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടോ? നോ മൂവ്മെൻറ്റ്. അവിടെ വളരെ ലെസ്സാണ്, മൂവ്മെൻറ്റ് ഇല്ല ഇതിന്. ദെൻ ലിക്വിഡ് ആകുമ്പോഴോ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് ഉണ്ടല്ലേ. സോളിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും മൂവ്മെൻറ്റ് ഉണ്ട് ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസിന്. ദെൻ ഗ്യാസിൻ്റെ കേസ് നോക്കുമ്പോഴോ വളരെയധികം മൂവ്മെൻറ്റ് ഉണ്ട് അവർക്ക്. സോ ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് പാർട്ടിക്കിൾസ് തമ്മിൽ? സോളിഡ്സിനാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഈച്ച് അതർ. ദെൻ ലിക്വിഡിന് സോളിനേക്കാളും കുറവാണ്. ദെൻ ഗ്യാസ് എടുത്ത് നോക്കിയാലോ അവർക്ക് തീരെയില്ല അട്രാക്ഷൻ, വളരെയധികം കുറവാണ് ഗ്യാസിന്. അതുകൊണ്ടാണ് അവർ നന്നായി മൂവ് ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഇവരുടെ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതലുണ്ടാവാൻ കാരണം എന്താ? ഇവർ തമ്മിൽ അട്രാക്ഷൻ വളരെ കുറവാണ്. സോളിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അട്രാക്ഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ട് മൂവ്മെൻറ്റ് വെരി ലെസ്. ദെൻ ലിക്വിഡ്, കമ്പാരിറ്റീവ്ലി ലിക്വിഡിന് സോളിനേക്കാളും മൂവ്മെൻറ്റ് കൂടുതലുണ്ട്. സോ അട്രാക്ഷൻ ഇതിനേക്കാളും കുറവാണ്. ദെൻ ഗ്യാസ് എടുത്ത് നോക്കിയാൽ മൂവ്മെൻറ്റ് വളരെ ഹൈ ആണ്, വെരി ഹൈ. Then attraction is very less. These all are movements of particles in solid, liquid and gaseous state. ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐസ് ഏതിലാണ് പെടുക? സോളിഡ് ഐസ് ഒരു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അത് മെൽറ്റ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഐസിൻ്റെ ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ? ഐസ് ക്യൂബിനകത്ത് ഇല്ല, അത് അവിടെ സ്റ്റില്ലായി നിൽക്കുന്നത്. ദെൻ ലിക്വിഡ്, വാട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഒഴിച്ചാൽ അത് അവിടെ സ്റ്റിക്ക് ഔട്ടി പിടിച്ചിട്ട് നിൽക്കുമോ? ഇല്ല, അതിങ്ങനെ ഒഴുകി കൊണ്ടിരിക്കും അല്ലേ. യെസ്, അതാണ്. ഇതിനേക്കാളും മൂവ്മെൻ്റ് ഉണ്ട് വാട്ടറിന്. ലിക്വിഡല്ലേ, അതിൻ്റെ പാർട്ടിക്കിൾസിന് മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ സ്റ്റീം നോക്കുകയാണെങ്കിൽ സ്റ്റീം ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമോ? ഇല്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ആവിയായിട്ട് പോവും. അതുകൊണ്ടാണ് അതിന് മൂവ്മെൻറ്റ് വളരെ ഹൈ ആണ്. അതിന് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ലെസ്സാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്? താഴെ കാണുന്ന പ്രോപ്പർട്ടീസിനൊക്കെ എന്ത് ചേഞ്ചാണ് വരുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെ ചേഞ്ചസ് വരും? ഫസ്റ്റ് വൺ, എനർജി ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എനർജിക്ക് എന്താ സംഭവിക്കുക? നമ്മൾ ചൂട് കൊടുത്താൽ, ഹീറ്റ് അബ്സോർബ് ചെയ്താൽ യെസ് അവിടെ എനർജി കൂടും, അവർക്ക് നല്ല ഹൈ എനർജി ആവും അവിടെ. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. വാട്ട് ഹാപ്പൻസ്? Energy of particles increases. Yes, increases. Then next distance between particles തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം. എന്താ സംഭവിക്കുക? എനർജി ഇൻക്രീസ് ആകുമ്പോൾ അവരൊരു ഭാഗത്ത് നിന്ന് നിൽക്കുകയാണോ ചെയ്യുക? അല്ല, അവരിങ്ങനെ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. യെസ്, വാട്ട് ഹാപ്പൻസ്? ഡിസ്റ്റൻസ് increases. That's right.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിക്രീസസ്, അവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. ഓക്കെ, അവർ തമ്മിലുള്ള അട്രാക്ഷൻ ഡിക്രീസസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള മൂവ്മെൻറ്റ്. പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ആവും. യെസ്, ലെറ്റ്സ് റൈറ്റ് ഇറ്റ്. ഇൻക്രീസസ്. So these all are the changes that happen to the properties when heat is absorbed. Heat absorb ചെയ്യുമ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എനർജി ഇൻക്രീസ് ആവും. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവും. അട്രാക്ഷൻ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആയാൽ അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല, അട്രാക്ഷൻ ഡിക്രീസ് ആവും. ദെൻ മൂവ്മെൻറ്റിന് എന്താ സംഭവിക്കുക? മൂവ്മെൻറ്റ് ഇൻക്രീസ് ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു പാത്രം, അതിൻ്റെ അടിയിൽ ഒരു വലിയ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന വലിയ ഒരു പാത്രം, അതിന് താഴെ തീ കത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മുകളിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ ചൂടെടുത്താൽ നമ്മൾ അവിടെ തന്നെ അനങ്ങാതെ അവിടെ നിൽക്കും? ഇല്ല, ചൂട് കൂടുമ്പോൾ നമ്മുടെ എനർജി എന്താവും? ഭയങ്കര ഹൈ ആവും, നമ്മൾ അവിടുന്ന് ഓടാൻ തുടങ്ങില്ലേ? അതുപോലെ തന്നെയാണ് പാർട്ടിക്കിൾസിൻ്റെ എനർജി അവിടെ ഇൻക്രീസ് ആവാണ്. അവിടെ മൂവ്മെൻറ്റ് എന്താ? ഇൻക്രീസ് ആവും. അവർ ഡിസ്റ്റൻസ് എന്താ ചെയ്യുക? ഇൻക്രീസ് ആവും. പിന്നെ നിങ്ങൾ അവിടെ വേറൊരാളുണ്ടായിരുന്നു, 2 പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു നോക്കാം. അപ്പോൾ 2 പേരുടെയും എനർജി ഇൻക്രീസ് ആവും, 2 പേരും മൂവ് ചെയ്യും, ഓടാൻ തുടങ്ങും. യെസ്, മൂവ്മെൻറ്റ് ഇൻക്രീസ് ആവും, എനർജി ഇൻക്രീസ് ആവും. ദെൻ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നിങ്ങൾ 2 പേരും ഒരേ ഭാഗത്ത് കാണും ഓടുക, അതൊന്നുമില്ല. നിങ്ങൾ ഓടുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഓടുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവും. അതേപോലെ അട്രാക്ഷൻ ഉണ്ടാവുമോ? പിന്നെ 2 പേരും ഒരുമിച്ച് നിൽക്കുമോ? ഇല്ല, എങ്ങനെയെങ്കിലും കാലൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകൂലേ? അതേപോലെ തന്നെയാണ്. ഇത് ചുമ്മാ ഒരു എക്സാമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഡിക്രീസസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. നമ്മളപ്പോൾ സോളിഡിനെ ലിക്വിഡായി കൺവേർട്ട് ചെയ്യാനും ലിക്വിഡിനെ ഗ്യാസായി കൺവേർട്ട് ചെയ്യാനൊക്കെ പഠിച്ചു. എങ്ങനെയാണ്? ബൈ സപ്ലൈയിങ് ഹീറ്റ് എനർജി കൊടുത്തിട്ടാണ് നമ്മൾ സോളിഡിനെ ലിക്വിഡായി ചേഞ്ച് ചെയ്യുന്നതും കൺവേർട്ട് ചെയ്യുന്നതും, അതേപോലെ ലിക്വിഡിനെ ഗ്യാസായി കൺവേർട്ട് ചെയ്യുന്നതും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകളെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഈ സോളിഡിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നറിയോ? ദാറ്റ് ഈസ് ലിക്വിഫാക്ഷൻ. സോളിഡിനെ ലിക്വിഡായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലിക്വിഫാക്ഷൻ. ആൻഡ് അഗെയിൻ ലിക്വിഡിനെ സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ പറയുക എന്താണെന്നറിയോ? ദാറ്റ് ഈസ് സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ലിക്വിഡിനെ ഗ്യാസായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്, അതിന് പറയുന്നതാണ് വേപ്പറൈസേഷൻ. കണ്ടോ? വേപ്പറൈസേഷൻ. ദെൻ ഈ ഗ്യാസ് എഗെയിൻ ലിക്വിഡായി കൺവേർട്ട് ചെയ്യും, അതിന് പറയുന്നതാണ് കണ്ടൻസേഷൻ. അതിനൊരു എക്സാമ്പിൾ അറിയോ? യെസ്, നമ്മുടെ റെയിൻ എങ്ങനെയാ? സ്റ്റീം അവിടെ നീരാവിയായി പോകുന്നതൊക്കെ മഴയായി ലിക്വിഡായി പെയ്യുന്നത്, വാട്ടർ കണ്ടിട്ടില്ലേ മഴ പെയ്യുന്നത്? ദാറ്റ് ഈസ് കണ്ടൻസേഷൻ പ്രോസസ്സ് വഴിയാണ് കേട്ടോ. ദെൻ ഇവിടെ വേറെ അടിയിൽ താഴെ 2 ആരോ മാർക്ക് കണ്ടോ? അതെന്താ? അത് സോളിഡ്. ഈ സോളിഡ് ഡിറക്റ്റായിട്ട് ഗ്യാസ് ആവുമോ? അങ്ങനെ സംഭവിക്കുമോ? നിങ്ങൾക്കറിയോ? യെസ്, അതുപോലെ തന്നെ ഈ ഗ്യാസ് ഡിറക്റ്റായിട്ട് സോളിഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, ഈ സോളിഡ് ഡിറക്റ്റായിട്ട് ഗ്യാസ് ആവുന്ന പ്രോസസ്സിന് എന്താ പറയാന്നറിയോ? ദാറ്റ് ഈസ് സബ്ലിമേഷൻ എന്ന് പറയും. ദെൻ ഗ്യാസ് അഗൈൻ സോളിഡ് ആവുന്നതിനും സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഈ സബ്ലിമേഷനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാം. ഓക്കെ, നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ സബ്ലിമേഷൻ എന്ന പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഈ ബിഗ് വെസലിനകത്ത് എന്താ ഉള്ളത്?
ക്യാംഫർ, കർപ്പൂരം, നമുക്കറിയാം കർപ്പൂരം, അത് ബേൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു ക്യാംഫർ ഇതിനകത്തിടാം, എന്നിട്ടത് ബേൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ലെറ്റ്സ് സീ. നമുക്ക് ബേൺ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്, നമ്മുടെ ക്യാംഫർ കർപ്പൂരം അതാ ബേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതെന്ത് സംഭവിക്കുന്നത്? കർപ്പൂരം ഡയറക്റ്റായിട്ട് ഗ്യാസായി പോവാണ്. ഇതാണ് സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സാണിത്. ക്യാംഫർ. ഈ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേറെ എക്സാമ്പിൾസാണ് നാഫ്തലിൻ, അതേപോലെ അയോഡിൻ. ഇനി ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാസായി മാറും. അതുപോലെ ഈ വേപ്പേഴ്സ് ഇല്ലേ, ഗ്യാസായി മാറുന്ന ആ വേപ്പേഴ്സ് വീണ്ടും കൂൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് തിരിച്ച് സോളിഡ് കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെസലിനകത്ത് എന്താ ഇട്ടിട്ടുള്ളത്? യെസ്, കർപ്പൂരം, നമ്മുടെ ക്യാംഫർ. അത് ബേൺ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഗ്യാസായി മാറുകയാണ്. ഏത് സ്റ്റേറ്റായി വരാത്തത്? ലിക്വിഡ് സ്റ്റേറ്റ് ആവാതെ ഡയറക്റ്റായിട്ട് ഗ്യാസായി മാറുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സബ്ലിമേഷൻ. ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, that's all for today's class. കൂടുതൽ വീഡിയോസ് കാണാൻ കെമിസ്ട്രി ക്ലാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ 3rd പാർട്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ.